നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഞ്ജലി, ഐ എം സോറി. എന്തിന്? എനിക്ക് വിഷമമായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും? ഏയ് ഇല്ല. സോറി. തെറ്റുപറ്റിപ്പോയിന്ന് തോന്നിയ പിന്നെ ക്ഷമ ചോദിക്കുക ശരിയായ പ്രായച്ചിത്തും. അതിന് പ്രസാദേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല, സത്യം. ഏയ് അങ്ങനെയല്ല. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഞാൻ അങ്ങനെയൊക്കെ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അല്ല പ്രസാദേട്ട, ഒരിക്കലും അല്ല. എനിക്കാ തെറ്റ് പറ്റിയത്. എവിടെ പോവായിരുന്നെങ്കിലും പ്രസാദേട്ടനോട് പറയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ പേടിച്ചു. തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോ തനിക്ക് തീ പിടിച്ച പോലായി. ഇത്രയും നാൾ കൈവെള്ളയിൽ വെച്ച് കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കൈവിട്ടു പോയെന്നൊരു തോന്നൽ. ഒരു നിമിഷം എന്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്തു നിന്നില്ല. അതാ സംഭവിച്ചത്. ഏയ് അതൊന്നും സാരമില്ല. മറ്റുള്ളവരെന്ത് കരുതിയാലും സാരമില്ല. എനിക്കല്ലേ അറിയൂ എനിക്ക് വേണ്ടി പ്രസാദേട്ടൻ എന്തെല്ലാം ചെയ്തോന്ന്, എവിടെയൊക്കെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്തോന്ന്. വേണ്ടപ്പെട്ടവര് പോലും കൂടെ നിൽക്കാത്ത ഈ ലോകത്ത് ഒരാള് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് കൂടെ നിൽക്കാന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? അങ്ങനെയുള്ള അവകാശമോ അധികാരമോ ഒന്നും മനസ്സ് വെച്ചിട്ടല്ല. തനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള വേവലാതി. വീണ്ടും വീണ്ടും പറയണ്ട, അതെനിക്ക് മനസ്സിലായി. എന്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാനും ആദ്യ കയറാനും ഒക്കെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളതാ സത്യത്തിൽ ഇപ്പൊ എന്റെ സമാധാനം. അതറിയോ പ്രസാദേട്ടന്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. പ്രസാദേട്ടന് ഞാൻ ഒന്നും തന്നിട്ടില്ല ഇതുവരെ. കയ്യിലുള്ള സ്വന്തം ജീവിതം കൂടി പിടിച്ചു വാങ്ങിയിട്ടേയുള്ളൂ ആരതിയുടെ ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ. നാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കേണ്ട ആളാണ് എന്നതുപോലും മനഃപൂർവ്വം മറന്ന് ഭാര്യവേഷം കെട്ടി നിൽക്കുക ഞാനിവിടെ. എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് പരാതി പറഞ്ഞോ? ഇല്ല. ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയോ? ഇല്ല. ഇത്രയും ദയ ഈശ്വരന്മാര് പോലും കാണിക്കില്ല. അതാണ് വാസ്തവം. അഞ്ജലി, സത്യം പറഞ്ഞ എന്റെ മനസ്സിലിപ്പോ പ്രസാദേട്ടന് ഈശ്വരന്റെ സ്ഥാനോ? എന്നെ ശപിക്കാനോ തല്ലാനോ, എന്തിനേറെ ഈ ജീവൻ പോലും തിരിച്ചെടുക്കാനോ ഉള്ള അവകാശം പ്രസാദേട്ടനുണ്ട്. ഞാൻ ചെയ്ത അവിവേകത്തിന് പ്രസാദേട്ടൻ വേണം എന്നോട് ക്ഷമിക്കാൻ. ഐ എം സോറി. എന്റെ നെഞ്ചി കല്ലൊന്നുമല്ല. എന്നോട് കരുതലുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനും കഴിവുള്ളൊരു ഹൃദയം തന്നെയാ. അതുകൊണ്ട് പറഞ്ഞതും ചെയ്തതും ഓർത്ത് പ്രസാദേട്ടൻ വിഷമിക്കരുത്. എന്നോട് പ്രസാദേട്ടന് അതിനുള്ള അവകാശമുണ്ട്, എന്നും എപ്പോഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.